മുൻപത്തെ സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ നിന്ന് ഇപ്പോഴുള്ള പാറ്റേണിലേക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഈ UPSC-യുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലോട്ട് വരുമ്പോൾ എസ്പെഷ്യലി പ്രിലിംസിൽ നമുക്കൊരു എവിഡന്റ് ആയിട്ടുള്ള പലപ്പോഴും വ്യത്യാസം കാണാം. അവരുടെ ഒരു UPSC-യുടെ ഒരു രീതി തന്നെ എല്ലാ വർഷവും എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരാനുള്ളതാണ്. ഇപ്പൊ ചില വർഷം സ്പോർട്സിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് വന്നായിരുന്നു, ചില വർഷം കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ ഓപ്ഷൻസ് കൊടുക്കുന്ന രീതിയിൽ ലൈക്ക് 1 only 2 only എന്ന രീതിയിലോട്ട് അവരെ മാറിയായിരുന്നു, UPSC മാറിയായിരുന്നു. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങളും പലപ്പോഴായിട്ട് വരും. പക്ഷെ ഇതേപോലുള്ള കാര്യം വെച്ചാൽ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കണ്ടന്റ് അത് സെയിം തന്നെയാണ്. അതായത് ഇപ്പം വളരെ സ്റ്റാറ്റിക് പാർട്ടും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പാർട്ടും ഉണ്ട്. അതിൽ അവിടെ ഓരോ വർഷം എവിടുന്ന് വെയിറ്റേജ് വരുന്നതിൽ പലപ്പോഴും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് വ്യത്യാസം വരുത്താനുള്ള ഇപ്പം പ്രിലിംസും മെയിൻസും പ്രിലിംസ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മെയിൻ എക്സാം ആയി. മെയിൻ എക്സാം എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊസീജിയർ ആണ്. ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് അത്. അപ്പോ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലെ ജോലിയിലേക്ക് പോകാൻ പോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും വളരെയധികം സ്ട്രെസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് സാർ ആ സമയത്ത് സ്ട്രെസ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പം അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെ കുറെ പേര് പ്രിപ്പയർ ഉണ്ടായിരുന്നു. സോ ഇടയ്ക്ക് സ്ട്രെസ് ആവുന്ന സമയത്ത് ആരെങ്കിലും ആയിട്ടൊക്കെ സംസാരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. കുറച്ചേരം സംസാരിക്കും, തമാശ എന്തെങ്കിലും പറയും, അങ്ങനെ പോകും. പിന്നെ ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഏതെങ്കിലും TV സീരീസ് ഒക്കെ കാണായിരുന്നു. ബിഗ് ബാങ് തിയറി എങ്ങനെയാണ് കണ്ടത്, മോഡേൺ ഫാമിലി എങ്ങനെയാണ് കണ്ടത്. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഒരു സ്ട്രെസ് വരുമ്പോൾ പിന്നെ രാത്രിയാണ് സ്ട്രെസ് വരുന്നത് കിടന്ന് ഉറങ്ങും, പിറ്റേന്ന് കുറച്ചുകൂടി ബെറ്ററായിട്ട് നോക്കാം. നമ്മുടെ പ്രിലിംസും മെയിൻസും കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ കുറച്ച് കട്ടിയാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സാറിന്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ 2 ഇന്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എനിക്ക് ആക്ച്വലി മാർക്ക് കൈൻഡ് ഓഫ് കുറവായിരുന്നു, ഒരു 150s കിട്ടിയത്. അത് അത്ര നല്ലൊരു അനുഭവം അല്ലായിരുന്നു. അതായത് കയറിയപ്പം തന്നെ ചെറുതായിട്ടൊന്ന് പേടിച്ചു, അത് പിന്നെ ആ രീതിയിലാണ് പോയി. സോ അതിന് മാർക്കും കുറവായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഇന്റർവ്യൂ ആകുമ്പോഴേക്ക് നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനും നമുക്ക് മൊത്തം ഈ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂവും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അപ്പൊ നമുക്ക് എന്താണ് അവരുടെ ഡിമാൻഡ് നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് മനസ്സിലാകാനും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനും രണ്ടാമത്തെ ഇന്റർവ്യൂ സാധിച്ചായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഇന്റർവ്യൂ കുറെ കൂടി കോഡിയലായിട്ട് ആയിരുന്നു പോയത്. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ്. ഇപ്പൊ കേരള റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഓപ്ഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഹോബിയിൽ നിന്ന് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് വന്നില്ല, പക്ഷെ പലർക്കും വരാറുണ്ട്. എനിക്ക് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലായിരുന്നു. പഠിച്ച സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു.